ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ എച്ച് സ്മാർട്ട് മോഡൽ വണ്ടിയാണ്. നമുക്ക് ജനറൽ സർവീസ് BS6 മോഡലാണ്. ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറഞ്ഞത് ജനറൽ സർവീസ്, ബാക്ക് ടയർ ഒന്ന് ചെക്ക് ചെയ്യണം, പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യണം, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് മാറ്റാം, ബ്രേക്ക് ചെക്കപ്പ്. ഇത്രയാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്കട്ട. വണ്ടി ഓടിയേക്കണത് കിലോമീറ്റർ 29,753. 29,753 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ മീറ്റർ റീഡിംഗ് ആയിട്ട് കാണിച്ചത്. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ഈ സർവീസൊക്കെ ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റേണ്ടതായിട്ട് വരും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് മ്യാ, അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയർ നോക്കുമ്പോൾ ടയർ ഏകദേശം തീർന്നേക്കണം കേട്ടോ. ഈ സൈഡിലെ ഗ്രൂ നോക്കരുത്, സെൻറ്റർ ഭാഗം പിടുത്തമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ടയറും ഇതേപോലെ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ തേമാനമുണ്ട്. ശരിക്കും രണ്ട് ടയറും ഏകദേശം ആയിട്ടുണ്ട്. ബാക്ക് ടയറാണ് നമുക്ക് എമർജൻസി ആയിട്ട് മാറ്റേണ്ടി വരുന്നത് കേട്ടോ. ഹബിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ക്ലച്ച് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണേ, കാരണം നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ വേറെ ഓയിൽ ലീക്കൊന്നുമില്ല. ആ ബെൽറ്റ് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരേണ പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബെൽറ്റ് നമ്മൾ നോക്കി, നിലവിൽ നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ട ബാൻഡോ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം കേട്ടോ. പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. നോർമൽ തേമാനുള്ളൂ. അവിടെയും നമുക്ക് ഈ ബെൽറ്റിൻ്റെയും ക്ലച്ച് ഷൂക്ക് വരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിടാം. ക്ലച്ച് യൂണിറ്റ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിടാം, ഗ്രീസ് ചെയ്ത് തേറ്റാം. പിന്നെ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലും പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. അത്രയാണ് ക്ലച്ചിനകത്തുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ വേറെ ലീക്കേജ് ഒന്നുമില്ല. കേബിളുകൾ ചെക്ക് ചെയ്തു. ആക്സിലേറ്റർ കേബിളൊക്കെ ഓക്കെയാണ്, നല്ല കേബിളാണ്. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. 2025 വെച്ചാണ് ബാറ്ററിയാണ്. ആംറോണിൻ്റെ ബാറ്ററി വണ്ടി ഇരിക്കണേ. ഞാനതിൻ്റെ വോൾട്ട് നോക്കി 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. ചെക്ക് ചെയ്യുന്ന സമയത്ത് 10.20. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്തൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല. സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കണേ. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ ദിവസം പറഞ്ഞു, റൈറ്റ് സൈഡിൽ ഒരല്പം തേമാനം കൂടുതലുണ്ട്. അത് നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്ക് ടയർ നമ്മൾ മാറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നെക്സ്റ്റ് സർവീസിൽ ഫ്രണ്ട് ടയർ കൂടി നമുക്ക് മാറ്റി കളയാം. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പാഡ് ഇതുമെന്ന് പൊളിഞ്ഞിരിക്കുകയാണ്. പൊളിഞ്ഞ് പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് നമുക്ക് മാറ്റി പുതിയത് ഇടേണ്ടി വരും. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കേ ഉള്ളൂ. നമുക്ക് അഡീഷണലായിട്ട് ചെയ്യേണ്ടി വരാമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡാണ് നമുക്ക് പോയേക്കണേ. ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ട്. ബ്രേക്ക് പാഡ് പൊളിഞ്ഞു പോയേക്കണാണ്, ഉപയോഗിച്ച് തീർന്നല്ല, പൊളിഞ്ഞു പോയേക്കണാണ്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുമ്പോൾ ഓയിൽ ബോൾട്ട് വാഷ്, ഓറിങ് മാറ്റിയിടാം, ബാക്കിലത്തെ ടയർ മാറ്റാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റ് ആക്കാം. ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ, വാട്ടർ സർവീസ് അടക്കം. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഞാൻ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ കണ്ടുകഴിയുമ്പോൾ വാട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കണം. ഓക്കെ.